അങ്ങനെ അവള് പോയി. ഇനി ഓഫീസിലേക്ക് തിരിച്ചു പോകാം. ഇതൊക്കെ എടുത്തു തന്നതിനാണോ നീ എന്നെ തെറി വിളിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ആർക്ക് സഹായം ചെയ്തു കൊടുക്കരുതെന്ന് പറയുന്നത് നേരാ. നിന്നെ ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായി തപ്പി നടക്കുമായിരുന്നു. കുട്ടി ന്യൂസ് ഒന്നും കാണാറില്ലല്ലേ? ന്യൂസ് കാണുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തപ്പി നടക്കേണ്ട വരില്ലായിരുന്നു. എനിക്ക് കുട്ടിയെ മനസ്സിലായില്ല. എന്റെ അപ്പൻ അബത്തൊന്നും പറ്റില്ല. എന്റെ മമ്മി മരിച്ചതിന് ശേഷം എന്റെ അപ്പൻ മറ്റു സ്ത്രീകളെ വേറെ കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല. എല്ലാവരും പെങ്ങന്മാരെ പോലെ നോക്കിയത്. നിനക്കെന്നെ ഓർമ്മയില്ല അല്ലേ? ഓർമ്മപ്പെടുത്താൻ ഞാൻ പ്രതിമ എന്നെ കയറി പിടിച്ചതിന് എനിക്ക് പ്രതികാരം ചെയ്യണം. അയ്യേ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകില്ലേ കുട്ടി? റിവെഞ്ച് ചെയ്യണോ എന്ന് അത്രയ്ക്ക് വാശിയാണെങ്കിൽ ഇതാ എന്റെ അഡ്രസ്. ഇവിടേക്ക് വന്നാ മതി. വെയിറ്റ് ഒരു മിനിറ്റ്. ഞാൻ കടമായി അങ്ങനെ ഒന്നും സൂക്ഷിക്കാറില്ല. എന്റെ ഫ്രണ്ടിനെയും കൂടെ വിളിച്ചോണ്ട് പോവാ. കാണിച്ചു തരാടോ. സാറ് പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നത്. ആ പെണ്ണ് നിസ്സാരക്കാരിയല്ല. ഞാൻ അവളെ പിടിച്ചുകൊണ്ട് വരാൻ നോക്കിയതായി കാണുന്നേ. എന്നെ ഇങ്ങനെ ആക്കിയത് അവളാ. നിന്നോട് ഞാൻ അന്വേഷിക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോ? നീ എങ്ങനെ അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടത്? എന്നോട് അവള് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവള് നിന്നെ വെറുതെ വിട്ടുവെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകും. നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, ഞാൻ ജെനിഫർ പറഞ്ഞു വിട്ടിട്ട് വന്നതാണെന്നാ പറഞ്ഞത്. അത് നന്നായി. എന്നാലും കരുതിയിരുന്നേക്കാം. വാടി, വന്നിരിക്ക്. ഐസ് വെച്ച് തരാം ഞാൻ. നോ താങ്ക്സ്. ഇടി, കവിളിന് വേദനയുണ്ടെ കുറച്ച് ആശ്വാസം കിട്ടും. ഇങ്ങോട്ട് വാ. അതിനെനിക്ക് വേദന ഇല്ലല്ലോ. ഞാനൊന്ന് തല്ലിയപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എന്തൊക്കെയായിരുന്നു? ഇങ്ങി കരയുന്നു, അവനോട് ചെന്ന് പരാതി പറയുന്നു. അതൊക്കെ നിന്റെ അഭിനയമായിരുന്നല്ലേ ഇടി കള്ളി? എന്നെ കള്ളിന്ന് വിളിച്ചാലുണ്ടല്ലോ, അതൊന്നും അഭിനയം ആയിരുന്നില്ല. എനിക്കന്ന് നന്നായി വേദനിച്ചായിരുന്നു. അടിക്കുന്ന അടുത്ത് തന്നെ വേദനിക്കണമെന്നില്ലല്ലോ. അന്നെന്റെ മനസ്സാ വേദനിച്ചത്. ഞാൻ നിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒന്നും എക്സ്പെക്ട് പോലും ചെയ്തിട്ടില്ല. പിന്നെ എന്താ നീ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നേ? നീ എന്നെ തല്ലാതെ, എന്റെ കയ്യും കാലും ഒന്നും ഒടിക്കാതെ, എന്നെ വഴക്ക് പറയാതെ നോക്കണം. അത്രയും മതിയോ? നിന്റെ ലൈഫ് ലോങ് നോക്കാൻ ഞാൻ തയ്യാറാ. അതൊന്നും വേണ്ട, ബണ്ണിക്ക് അതൊരു ബുദ്ധിമുട്ടാകും. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. എല്ലാരും ടി വി കാണുവാണോ? അമ്മേ, പോടാ പോടാ, എനിച്ച് പോടാ. നിന്റെ ഭാര്യയല്ല ഇരിക്കുന്നേ, അവളുടെ മടി പോയി കിടക്കടാ. ഈ പ്ലേസ് ബുക്ക്ഡ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. പോടാ പോടാ. എന്താ ഇത്? എന്താന്ന് ചോദിച്ചോ, ഞാൻ നിന്റെ മടിയിൽ കിടക്കുന്നു. അതെനിക്ക് മനസ്സിലായി. അവിടെ ഇനിയും സ്ഥലമുണ്ട്, അങ്ങോട്ട് മാറി കിടക്ക്. അവിടെയൊക്കെ കിടന്ന നിന്റെ മടിയിൽ കിടക്കുന്ന സുഖം കിട്ടില്ലല്ലോ. അമ്മ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോകുക. ഗുഡ് നൈറ്റ് പപ്പ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണെന്നറിയില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഉറക്കം വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ.
ചന്തോട്ടം ബെഡിലാണോ കിടക്കുന്നേ? കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇവിടെയാണല്ലോ കിടക്കുന്നത്. അപ്പോഴൊന്നും ഇല്ലാത്ത ചോദ്യം എന്താണ് ഇപ്പോൾ? ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് ചന്തോട്ടം വരുന്നത് കൊണ്ട് ഞാൻ അതറിയാറില്ല. അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ശരി, ഇപ്പോൾ ഞാൻ എന്താ വേണ്ടേ? മാറി കിടക്കണോ? മാറിക്കിടക്കണം. സൗകര്യമില്ല. ദിസ് ഈസ് മൈ റൂം, മൈ ബെഡ്. ആയിക്കോട്ടെ, ഞാൻ മാറിക്കിടന്നോളാം. നീ എന്റെ കൂടെ കിടന്നോന്ന് പറഞ്ഞ് ഞാൻ നിന്റെ ഒന്നും എടുത്തോണ്ട് പോകില്ല. നീ അവിടെ പോയി കിടന്നാൽ ഞാൻ നിന്നെ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് കിടത്തും. ഓഹോ, വാശിയാണോ? ഇവിടെ കിടന്നോണം. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ? മാറടോ. അയ്യോ, ഇതിന്റെ ഇപ്പുറത്തേക്ക് വന്നു പോകരുത്. ഇതെന്നെ ലക്ഷ്മണ രേഖയോ? ഓ, ഞാൻ ആ ലൈൻ ക്രോസ് ചെയ്യുന്നില്ല, പോരെ. ഈ ലൈന് ഇത്രയും പവർ ഉണ്ടായിരുന്നു? ഗുഡ് മോർണിംഗ്. നോക്കി പേടിപ്പിക്കണ്ട. ഞാനല്ല, നീയാ ലൈൻ ക്രോസ് ചെയ്തത്. അത് ഞാൻ കണ്ടു. എന്നെ എന്താ നിങ്ങൾ മാറ്റിക്കിടത്താതിരുന്നത്? നിന്റെ ചൂട് പറ്റിക്കിടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റിക്കിടത്തിയില്ല. പക്ഷെ എനിക്ക് അത്ര സുഖമൊന്നും ഉണ്ടായില്ല. പിന്നെന്തേ മാറി കിടക്കാഞ്ഞേ? ഞാൻ ഉറങ്ങുമല്ലായിരുന്നോ? പിന്നെങ്ങനെയാ സുഖമില്ലെന്നറിഞ്ഞേ? ചന്തേട്ടാ, എന്നാടി? അതിന് നിങ്ങൾ എന്തിനാ അലറുന്നേ? അതെന്താ, നിനക്ക് മാത്രമേ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ? ഞാൻ നിനക്ക് രണ്ട് ഓപ്ഷൻ തരും. ഒന്നെങ്കിൽ നിനക്ക് എന്റെ കൂടെ ജീവിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 3 മാസം കൂടി കഴിഞ്ഞാൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. എനിക്ക് രണ്ടാമത്തെ ഓപ്ഷൻ മതി. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. എനിക്കറിയാം നീ അത് ആവശ്യപ്പെടുമെന്ന്. അതുകൊണ്ട് ഇനിയുള്ള ഈ 3 മാസം നീ എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരണം. ഓക്കെ ആണോ? നിന്റെ വായനെന്താ പൂച്ച വെട്ടി കിടക്കുവാണോ? എന്റെ പൊന്ന്, നിധി, ഞാൻ താഴാവുന്നതിന്റെ പരമാവധി താഴ്ന്നു. ഇനി നിന്റെ കാലം കൂടെ ഞാൻ പിടിക്കാനുള്ളൂ. അതും കൂടെ ഞാൻ പിടിക്കാം. ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ്, പ്ലീസ്. സെക്കൻഡ് ചാൻസ് ഞാൻ തരാം. പക്ഷെ അതിനു മുന്നേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമോ? ആ, ചെയ്യാം. എന്താ പറയ്? എന്റെ അച്ഛനോടും അമ്മയോടും അതുപോലെ തന്നെ നിങ്ങളുടെ പപ്പയോടും ഗീതമ്മയോടും നമ്മുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ പറയണം. അത് വേണോ? ഇപ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടത്തല്ലേ ഉള്ളൂ. എങ്കിൽ സിദ്ധാർത്ഥ ഏട്ടനോടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടും നിങ്ങൾ ക്ഷമ ചോദിക്കണം. അവർക്കുണ്ടായ അപമാനം ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് ആകെ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമാണ്. ആ അച്ഛനും അമ്മയും ക്ഷമിക്കാതെ നിങ്ങൾക്കും എനിക്കും ഒരു നല്ല ജീവിതം കിട്ടില്ല ചന്തുവേട്ട. എന്തായി കാണിക്കുന്നേ? നിലത്ത് വീണ് കിടക്കുന്ന എന്റെ അഭിമാനം ഞാൻ പെറുക്കിയെടുത്തത്. ചന്തുവേട്ട, നിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ കഴിയില്ല. വളഞ്ഞ വഴിയിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. എല്ലാത്തിനോടും പുച്ഛം മാത്രം. എന്തെങ്കിലും നേടണമെങ്കിൽ അതിന് പ്രയത്നിക്കുക തന്നെ വേണം. നിന്നെ നേടാനല്ലേ നിധി ഞാൻ ഇത്രയും പ്രയത്നിക്കുന്നത്. അതെന്താ നീ കാണാത്തത്? എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള ബോധമുള്ളത് കൊണ്ടാ എന്റെ മനസ്സ് ഇത്രയൊക്കെ വേദനിച്ചിട്ട് ഞാൻ മൗനമായിരിക്കുന്നത്. നീ വിചാരിക്കുന്നത് പോലെ പൂർണ്ണമായും എന്റെ ഭാഗത്തല്ല തെറ്റ്. നിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ നീ എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരുമെങ്കിൽ ഞാൻ ഉറപ്പായും സിദ്ധാർത്ഥന്റെ ഫാമിലിയുമായി സംസാരിക്കാം. മാപ്പ് ചോദിക്കാം ഞാൻ. പക്ഷെ നീ എനിക്ക് ചാൻസ് തരുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാൻ ചാൻസ് തരാം. നമുക്ക് നാട്ടിലേക്ക് പോകാം. പക്ഷേ എനിക്ക് ഒരേ ഒരു ഭയമേ ഉള്ളൂ. നിന്നെ എനിക്ക് നഷ്ടപ്പെടരുത്. തിരിച്ചിവിടേക്ക് വരുമ്പോൾ നീയും എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളെ.
നിങ്ങൾ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ചന്തുവേട്ട മാപ്പ് പറയാൻ തയ്യാറാകുമെന്ന്. അമ്മേ, ഞാനും നിധിയും നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതെന്തായാലും നന്നായി. പപ്പയോട് പറഞ്ഞോ? ഇല്ല, പറയണം. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നീ എന്താ കരഞ്ഞോ? കരയാനോ? ഞാനോ? അമ്മയ്ക്ക് തോന്നുന്നതാ. തോന്നുന്നതോ? എന്റെ മക്കളുടെ മുഖം വാടിയ എനിക്ക് മനസ്സിലാകില്ലേ? മാത്യു സാർ, നമ്മളെ ആരോ നിരീക്ഷിക്കുന്നുണ്ട്. എവിടെ? അത് ആരാണെങ്കിലും അവനെ വെറുതെ വിടണ്ട. Catch him! No way! ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിരിക്കുന്ന അലവരാതി, സോറി, അവനാ എന്നെ കയറി പിടിച്ചത്. ഓ, that black t-shirt guy. But he's so handsome. അങ്ങനെയുള്ളവരാ ചീത്ത ആൾക്കാർ. അവരുടെ ഉള്ളിലിരിപ്പ് വളരെ മോശമായിരിക്കും. ചെല്ല്, പോയി പകരം ചോദിക്ക്. ഹലോ. നീ പെണ്ണുങ്ങളെ കയറി പിടിക്കോടാ. ഇല്ല, തരില്ല. എടിയടി ബാബേ, ആള് മാറിപ്പോയി. ഞാൻ പറഞ്ഞ ആള് ആ കാറിൽ കയറി പോകുന്നു. ഇതാരാ അപ്പോൾ? എനിക്കെങ്ങനെ അറിയാം? വാ നീ ഇങ്ങോട്ട്. അയ്യോ, നിക്ക്, ഞാൻ തരാം. ഇടി നീ വാ, ഇത് പ്രശ്നമാകും. ഇത് എന്റെ തെറ്റാ, ഞാൻ പരിഹരിച്ചിട്ടേ വരൂ. നീ പൊക്കോ, ഓടി. Who are you? അത് പിന്നെ സോറി. ചുമ്മാ നിന്ന് എന്റെ കണ്ണിൽ വന്ന് പെപ്പർ സ്പ്രേ അടിച്ചിട്ട് സോറി എന്നോ? അത് ഞാൻ ആള് മാറിപ്പോയതാ, ക്ഷമിക്കണം. ക്ഷമിക്കാൻ ഉദ്ദേശമില്ല. എന്നാ ഞാൻ ക്ഷമിക്കുന്നത് വരെ പുറകെ നടക്കും. Are you crazy? No, I'm not. ദേ നിൽക്കുന്നു അവൻ. Catch him. Oh, damn it. എന്തിനാ ഓടുന്നേ? ഞാനും വരുന്നു. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? എന്റെ പുറകെ വരല്ലേ, നിനക്കത് ഡേഞ്ചറാ. ഇവിടെ നോക്കി നിൽക്കാതെ ഇതിനകത്ത് കേറ്. അവര് നിന്നെയും കണ്ടതല്ലേ? നിങ്ങൾ കള്ളനാണോ? എന്നെ കണ്ട കള്ളനായി തോന്നുന്നുണ്ടോ? എന്തിനാ ഷർട്ട് വരുന്നേ? അടിയിൽ വേറെ ഉണ്ടായിരുന്നു. ഇനി പുറകെ വരണ്ട, ഞാൻ ക്ഷമിച്ചു. ആത്മഹത്യ. സീക്രട്ട് ഏജന്റോ? ഓ മൈ ഗോഡ്. Something is missing. What was that? ID. My ID. Pick up my call, Badri. Badri. Open the door. ഓ, ഇതാരെ ഡോറ് തല്ലി പൊളിക്കുന്നേ? ഹായ്. ബദ്രി ഒന്ന് വിളിക്കാമോ?
അവനിവിടെ ഇല്ലല്ലോ. ജാമി, എന്താ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളാം. ഇറ്റ്സ് ഓക്കെ. വരുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. അല്ല, ആര് വന്നു എന്ന് പറയണം. ആരും വന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഹലോ, ബണ്ണി എവിടെയാ? ഞാൻ ഒരു അത്യാവശ്യത്തിന് വെളിയിലാടി. വരുമ്പോൾ ലേറ്റ് ആകുമോ? ഇല്ല, ലേറ്റ് ആകില്ല. ഞാൻ പെട്ടെന്ന് കാര്യം തീർത്തിട്ട് വരാം. ആ, കുറച്ചു മുന്നേ ബണ്ണിയെ കാണാൻ ആരും വന്നിരുന്നു. ആര്യനോ? ആ, അപ്പുറത്തെ ഫ്ലാറ്റിലെ മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടില്ലേ? എന്തിനാ വന്നത്? എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ല, ബണ്ണി വരുമ്പോ പറയാൻ പറഞ്ഞു. പിന്നെ കഴിക്കാൻ വല്ലതും മേടിച്ചോണ്ട് വരണേ. വരാം. നീ നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഞാനോ? അതെന്താ? നിധിയും ചന്തുവും നാട്ടിലേക്ക് പോകുന്നുണ്ട്. നീ കൂടെ പോകുന്നോ? അവര് പോകുന്നുണ്ടോ? എനിക്ക് പോണെന്നുണ്ട്. പക്ഷെ ഞാൻ അവരുടെ കൂടെ പോയി അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവൂല ഞാൻ ഇവിടെയാണെന്ന്. അതോർത്ത് പേടിക്കണ്ട. ദേവച്ചൻ അറിയാം നീ പാരീസിലാണെന്നും ജേർണലിസം പഠിക്കുവാണെന്നും. പേടിക്കേണ്ടടി. ഞാൻ ദേവച്ചനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയതാ. അതാണ് ഞാൻ കോള് കട്ടാക്കുക. വന്നിട്ട് സംസാരിക്കാം. അത് ബണ്ണി ശരിക്കും പറഞ്ഞതായിരിക്കോ? വിളിച്ചു നോക്കാം. do ba da oh ba da bi da do ആരാമി? do ba da oh ba da bi da വിളിക്കണോ അച്ഛനെ? വിളിച്ചു നോക്കാല്ലേ? ഹലോ അച്ഛാ. എന്താണാവോ ഇപ്പൊ വിളിച്ചത്? സുഖാണോ അച്ഛാ? സുഖം. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എന്താ നിന്റെ അച്ഛൻ ചത്തോ? എന്നോട് സ്നേഹത്തിൽ സംസാരിക്കുന്നേ. ശരി. എന്തിനാ എന്റെ താന്തോന്നി കരയുന്നേ? എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു. ബണ്ണി എന്തേലും പറഞ്ഞായിരുന്നോ? അവൻ എന്നോട് നിന്റെ കുറച്ച് തെമ്മാടിത്തരങ്ങളൊക്കെ പറയാറുണ്ട്. അച്ഛാ, ദേവജാ, ഞാനില്ലേ ഡോക്ടറല്ല. അതെന്നോട് അവൻ പറഞ്ഞായിരുന്നു. അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ? കേട്ടപ്പോൾ ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ അവൻ പറഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. വേറൊരാള് വേണല്ലേ എന്റെ ആഗ്രഹമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. അതുകൊണ്ടല്ലടി മോളെ, അച്ഛന് പേടിയായോണ്ടല്ലേ. നിന്റെ സ്വഭാവം അങ്ങനെയാ. നീ എന്ത് കണ്ടാലും എടുത്തു ചാടി പ്രവർത്തിക്കും. അതുകൊണ്ടല്ലേ. ഇതിപ്പോ ബണ്ണി നിന്നെ നോക്കിക്കോളാം എന്ന് വാക്കു തന്നു. പിന്നെ വേറൊരു കാര്യം കൂടി അവൻ ആവശ്യപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും എതിർപ്പൊന്നുമില്ല. സമയമാകുമ്പോൾ അവൻ തന്നെ നിന്നോട് പറഞ്ഞോളുമായിരിക്കും. ഇനി അതെന്തുവാ? പിന്നെ അമ്മയ്ക്ക് കൊടുക്കട്ടെ ഫോൺ. ഞാൻ അവളോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതാ. സോറി, പെട്ടെന്നുള്ളൊരു എക്സൈറ്റ്മെന്റിൽ സോറി. ഞാൻ അച്ഛനെ വിളിച്ചു. അവിടെ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ എവിടെയാണെന്ന്. അവിടെ ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല. താങ്ക്സ്. ഞാനെങ്ങാനുമാണ് ഈ കാര്യം കൺവിൻസ് ചെയ്യാൻ നോക്കിയതെങ്കിലും ഉണ്ടല്ലോ. അയ്യോ, എന്നെ എന്റെ അവസ്ഥ എന്താവുന്ന എനിക്ക് തന്നെ അറിയില്ല. അല്ല, നീ ശരിക്കും ഇത് എന്താ അച്ഛനോട് പറഞ്ഞത്? അന്ന് എന്റെ കൈ ഒടിച്ച ശേഷം ഞാൻ തിരിച്ചു പോയില്ലേ, അന്ന് പറഞ്ഞതാ.
ഞാൻ കാണിച്ചു തരാടി. ഇപ്പൊ തന്നെ നിന്റെ എല്ലാ കടത്തിലും ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ബണ്ണി, അങ്ങനെയൊന്നും ചെയ്യല്ലേ പ്ലീസ്. ഞാനല്ലേ ആദ്യം വന്നത്, ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞാൽ മതി. മാമ വാ, അച്ഛാ അയ്യോ എന്റെ കഥ തീർന്നു. ബാക്കിയൊക്കെ മാമന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ കേട്ടോ. ഓടാ പമ്മി. അന്ന് നീ അപ്പൊ ശരിക്കും പറഞ്ഞായിരുന്നല്ലേ? നീയും ചന്തുവിന്റെ നിധിയുടെയും കൂടെ നാട്ടിലേക്ക് പൊയ്ക്കോ. വൈ? നിനക്കും പോകാൻ ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ആ അതുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നില്ല. അതെന്താ? നിന്റെ അച്ഛനെയും അമ്മയും കാണാമല്ലോ പോയാൽ. നീ ഇവിടെ നിന്നും പോകുന്നതാ നല്ലത്. അതെന്താ? ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അതല്ല പെണ്ണെ, ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. ബണ്ണി വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, ഇവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് പണിയുണ്ട്. എന്നാ ഞാനും പോകുന്നില്ല. ഗുഡ് നൈറ്റ്. മേടിച്ചോണ്ട് വന്നതൊക്കെ കഴിച്ചിട്ട് പോടി. ഇതെന്താ? സ്പൈ മൈക്രോഫോണോ? ഇതെന്തിനാ ബണ്ണിക്ക്? ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ട് നടക്കാൻ ഇവനാരാ? ഇനി ഇതുപോലെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഹിഡൻ ക്യാമറയോ? ആരാടാ നീ? ഇവനിനി വല്ല സ്റ്റോക്കറാണോ? എനിക്ക് ആദ്യമേ ഇവരെ സംശയം ഉണ്ടായിരുന്നു. സ്പൈ മൈക്രോഫോൺ അല്ലേ? കാണിച്ചു തരാം. എന്റെ ചെവി. ഞാൻ റൂമിൽ വെച്ച ബഗ് അവള് കണ്ടുപിടിച്ചു എന്നാ തോന്നുന്നത്. ചെവി തടിച്ചു പോയനെ. ഞാൻ കണ്ടുപിടിക്കൂടാ നിന്റെ കള്ളത്തരം. എന്നോടാ നിന്റെ കളി? ബണ്ണി വന്നോ? എന്താ ഇതൊക്കെ? അത് ഇന്നെന്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അതിന്റെ സെലിബ്രേഷനാ. കൺഗ്രാറ്റുലേഷൻസ്. വാ വന്നിരിക്ക്, സെലിബ്രേറ്റ് ചെയ്യാം. ഇത് മൊത്തം ഡ്രിങ്ക്സ് ആണല്ലോ. ഞാനിങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാറ്. നീ ആഘോഷിച്ചോ, ഞാൻ അവിടെ ഇരിക്കാം. എനിക്ക് നിന്റെ സ്മെല്ല് തന്നെ ഇഷ്ടമല്ല. ഐഷ്, അത് പറ്റത്തില്ല. വണ്ടി ഞാൻ ഇന്ന് കുടിപ്പിക്കും. ഐ ആം സോറി. നോ സോറി. കുടിക്ക് 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 വണ്ണി. എന്ത് കയ്പാടി? കയ്പില്ലാത്തതൊന്നും ഇല്ലേ? വൈനുണ്ട്, അത് കുടിച്ചാ ഞാൻ വിചാരിച്ച പോലെ നീ ആകൂലല്ലോ. അതൊന്നുമില്ല, വണ്ടി കുടിക്ക്. നീ എന്താ കഴിക്കാത്ത? ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ഇതാ. വേണ്ട വേണ്ട, എനിക്കിത് പിടിക്കുന്നില്ല. ഇപ്പൊ തന്നെ എന്റെ തലയ്ക്ക് പിടിച്ചു തുടങ്ങി. അയ്യേ, പണിക്ക് ഒട്ടും കപ്പാസിറ്റി ഇല്ല. ഇതങ്ങ് കഴിക്ക് പണി. വാ ഇവിടെ ഇരിക്കെ, ഇനി നമുക്ക് ഗെയിം കളിക്കാം. ഫസ്റ്റ് തന്നെ പറയുക, നോ ചീറ്റിംഗ്. എന്ത് ഗെയിമാ? ട്രൂത്ത് ഓർ ഡെയർ. ആ കാലിക്കുപ്പിങ് എടുക്കൂ. പണ്ടാരം എന്റെ നേരെ തന്നെ വന്നു. ട്രൂത്ത് ഓർ ഡെയർ. ട്രൂത്ത്. നീ ദുഷ്ടൊന്നും പറഞ്ഞ് വിളിക്കുന്നില്ലേ ഒരുത്തൻ? അവൻ ആരാ നിന്റെ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഓക്കേ. നീ എന്തിനാ ഇവിടെ ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്നത്? നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി. എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയോ? ഈ ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചു എന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ സേഫ്റ്റി കിട്ടുന്നേ? സത്യം പറഞ്ഞോ, ആരാ നീ? ഒരു ബോട്ടിൽ സ്പിന്നർ ഒരു ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ. വീണ്ടും ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. ഡെയറോ? ഡെയറിനിപ്പോ എന്താ ഞാൻ തരാം. ആ ഒരു ബോട്ടിൽ മൊത്തം കുടിച്ച് തീർക്ക്. ട്രൂത്ത് ഓർ ഡെയർ? നീ ചീറ്റ് ചെയ്യോ? ഇതെന്താ എപ്പോഴും കറക്കുമ്പോൾ എന്റെ നേരെ വരുന്നേ? ഞാൻ ചീറ്റ് ചെയ്തൊന്നുമില്ല, നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെയല്ലേ ഞാൻ സ്പിൻ ചെയ്യുന്നേ. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. നിനക്ക് ഞാൻ അറിയാതെ എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് പറ. നീ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. വാ പറഞ്ഞു തരാം.
Come closer to me. More closer. എന്താ? Shh. Keep quiet and listen carefully. I'm telling you one by one. Got it? Do you know what that red mark on your neck is? No. Let me show you how you got that red mark. What are you doing, Bunny? ആ അടിക്കുന്നോടി. നിനക്കറിയണ്ടേ ഞാൻ എന്തൊക്കെ മറയ്ക്കുന്നുണ്ടെന്ന്? നീയില്ലേ ആ ദുഷ്യനന്ദൻ? ദുഷ്യന്തൻ. ആ ദുഷ്യന്തൻ. ദുഷ്യന്തനെ ഹക്ക് ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എന്നെക്കാളും കൂടുതൽ നീ വേറെ ആർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? കുടിപ്പിച്ചത് അബദ്ധമായോ? അതെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. എന്നാ പറഞ്ഞു തുടക്കി. നിന്നിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവായി തോന്നിയത് എന്താണെന്ന് അറിയാമോ? നിന്റെ ഈ ചുവന്ന് തൊടുത്ത തക്കാളി പോലത്തെ ചുണ്ട്, മാലാഖയെ പോലുള്ള നിന്റെ ഈ കുഞ്ഞു കണ്ണ്, അതിലുപരി നിന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ടുള്ള ഈ കറുത്ത പൊട്ടുകൾ. ദേ എവിടെയുള്ളത്? ഇവിടെ എവിടെ എവിടെ? അതൊക്കെ എന്ത് അട്രാക്റ്റീവ് ആണെന്ന് അറിയാമോ? നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അന്ന് നിന്നെ ഇവിടെ ബോധമില്ലാതെ കൊണ്ടുവന്നപ്പോൾ നിന്നെ കുളിപ്പിച്ചത് ഞാൻ എല്ലാം കണ്ടു, എല്ലാം. നിന്നെ ഞാൻ വെറുതെ വിടൂലടാ പാട്ടി. എടി നീ എന്നതീ കാണിക്കുന്നേ? വിടത്തില്ലടാ പാട്ടി നിന്നെ ഞാൻ. കിളി. എന്തോ ഇത്? എന്നെ ഇതിൽ എങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമാണോ? എന്തൊക്കെ ഞാൻ പറഞ്ഞു? എന്തായാലും കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. ആരോട് ചോദിച്ചിട്ടാ നീ എന്നെ കുളിപ്പിച്ചത്? അത് അന്ന് നിന്നെ നാറിയിട്ടും പാടില്ലായിരുന്നു. അതിന് ഞാൻ നിന്റെ കൂടെ അല്ലല്ലോ കിടക്കുന്നത്. എനിക്കത് ഞാൻ തന്നെ കുളിക്കുകയല്ലേ. ഞാൻ എന്താടാ കൊച്ചു കുഞ്ഞാണോ? നീ എന്റെ എല്ലാം കണ്ടില്ലേ? കണ്ടു. ഇത് നിസാരമായിട്ടാ പറയുന്നത്. നോക്കിക്കേ, നീ എന്തിനാ എന്നെ ഉമ്മ വെച്ചത്? എത്ര തവണ വെച്ചു? 1 2 3 തവണ ഞാൻ കിസ് ചെയ്തു. നീ എന്താ സ്റ്റോപ്പ് ചെയ്യാതിരുന്നേ? ഞാൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എന്നിട്ട് ദേഹത്ത് ഈ ടേപ്പ് മൊത്തം കാണുന്നത്. ഞാൻ നിന്നെ വിശ്വസിച്ചു പോയി. എന്നിട്ട് നീ എന്താ ചെയ്തത്? അതിന് ഞാൻ വീട്ടിൽ പോവരുത്. നിനക്ക് ഞാൻ ദുഷുവിനോട് ക്ലോസ് ആവുന്നത് ഇഷ്ടമല്ലല്ലേ? നിന്നെ അവന് ഒരു ത്രാസിലിട്ട് തൂക്കി അവന്റെ തട്ടത്താന്ന് തന്നെ ഇരിക്കൂടാ പട്ടി. അവനെ പോലെയാണോ ഞാൻ നിനക്ക്? അല്ല, അവന്റെ ഒരു 7 അയലത്ത് പോലും നീ വരത്തില്ല. വേണ്ട, വരണ്ട. ഇന്നലെ ഞാൻ എന്തൊക്കെ പറഞ്ഞോന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല, എങ്കിലും കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. എന്നാലും പറയാത്തൊരു കാര്യം പറയാം. ഐ ലവ് യു. പക്ഷെ എനിക്ക് നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. എനിക്കറിയുകയും വേണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ നിന്നെ സ്വന്തമാക്കും. നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എനിക്കെന്തും ആകാമല്ലോ. എന്തോ ആകാന്നോ? അതിന് ഞാൻ ഓക്കെ പറഞ്ഞില്ല. തെമ്മാടിത്തരങ്ങാൻ എന്റെ അടുത്തേക്ക് കാണിക്കാൻ വന്ന ഞാൻ നിന്റെ പല്ലും നഖവും വേറെ ആക്കും.
Don't touch me, huh? ഈ പറഞ്ഞ ഐറ്റംസിൽ കുൽഫി ഫലൂടെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ.